بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ലോക സൃഷ്ടാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക വിശ്വാസികൾക്ക് മാതൃകയായി പരിചയപ്പെടുത്തപ്പെട്ട വനിതയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ 19-ാം അധ്യായത്തിന് അല്ലാഹു നൽകിയിരിക്കുന്ന പേര് തന്നെ മറിയം എന്നാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പുത്രനാണ് ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമയുടെ ജനനം അത്ഭുതമാണ്. അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടത് അത്ഭുതകരമാണ്. ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും ഈ ലോകത്തേക്ക് ആകാശത്ത് നിറങ്ങി വരും എന്ന് പറഞ്ഞതും അത്ഭുതമാണ്. അങ്ങനെ ജനനം മുതൽ അങ്ങോട്ട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് ഈസാ നബി അലൈഹിസ്സലാമിൻ്റേത്. വിശുദ്ധ ഖുർആൻ വളരെ വിശദമായി കഥ പറഞ്ഞിട്ടുള്ള ഒരു പ്രവാചകൻ കൂടിയാണ് ഈസാ നബി അലൈഹിസ്സലാം. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, മറിയമേ, നിനക്കൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു. അപ്പോ ആശ്ചര്യപ്പെട്ടുകൊണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, സൂറത്ത് മറിയമിലെ 20-ാം വചനത്തിലൂടെ, അന്നാ യകൂനു ലീ ഗുലാം വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ. മറിയം ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്,
അന്നാ യകൂനു ലീ ഗുലാം, എനിക്കെങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുക? വലം യംസസ്നീ ബശർ, എന്നെ ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ലല്ലോ, ഞാൻ വിവാഹിതയല്ലല്ലോ. വലം അകു ബഗിയ്യ, ഞാനൊരു ദുർനടപ്പുകാരിയുമല്ലല്ലോ. അങ്ങനെ മറിയം ഗർഭവതിയാകുന്നു. അത്ഭുതകരമായ ജന്മം അവിടെ നടക്കുന്നു. വിവാഹിതയാകാത്ത ഒരു പെണ്ണ്, പ്രത്യേകിച്ച് നല്ല കുടുംബത്തിലെ ഒരു സ്ത്രീ, അവളിങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ എന്താണ്, നാട്ടുകാർ പരിഹസിക്കാൻ തുടങ്ങി. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ, അല്ലയോ മറിയമേ, നിന്റെ വാപ്പ ഒരു മോശക്കാരനായിരുന്നില്ലല്ലോ, നിന്റെ ഉമ്മയാവട്ടെ ദുർനടപ്പുകാരിയുമായിരുന്നില്ലല്ലോ, പിന്നെ എന്തു പറ്റി നിനക്ക്? അപ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹ ജന്മം നൽകിയ കുഞ്ഞിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഫഅശാറത് ഇലൈഹി ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സ്വബിയ്യ, തൊട്ടിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് മറിയം? അപ്പം ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചു തുടങ്ങുന്നു. ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ. ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിൽ നിന്ന് സംസാരിക്കുകയാണ്. ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്. ആതാനിയൽ കിതാബ്, എനിക്ക് അള്ളാഹു വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വജഅലനി നബിയ, എന്നെ എൻ്റെ റബ്ബ് നബിയായി നിശ്ചയിച്ചിട്ടുമുണ്ട്. വജഅലനി മുബാറകൻ ഐനമാ കുന്ത്, ഞാൻ എവിടെയായിരുന്നാലും എൻ്റെ റബ്ബ് എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമസ്കരിക്കണമെന്നും സക്കാത്തു നൽകണമെന്നും എൻ്റെ റബ്ബനോട് വസിയ്യത്ത് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ തൊട്ടിൽ കിടന്നുള്ള സംസാരം, അത്ഭുതകരമായ സംസാരമായിരുന്നു ഈസാ നബി അലൈഹിസ്സലാമിൻ്റേത്. വിശുദ്ധ ഖുർആനിൽ നബിമാരുടെ പേരുകൾ നോക്കിയാൽ ഇപ്പം യാക്കൂബ്, പിന്നെ അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ആണെങ്കിൽ അയ്യൂബ് നബി എന്നാണ് പേര്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെതാണെങ്കിൽ യൂസുഫ് എന്നാണ് എവിടെയും കാണാൻ സാധിക്കുന്നത്. എന്നാൽ കൂടുതൽ പേരുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു പ്രവാചകൻ കൂടിയാണ് ഈസാ നബി അലൈഹിസ്സലാം. ഒന്ന് ഈസബ്നു മറിയം, ഈസബ്നു മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. അതേപോലെ അൽ മസീഹ് എന്ന പേരിൽ തിന്മകളെ തുടച്ചു നീക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ 10 തവണയാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തിയത്. പുത്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനു മറുപടി നൽകുന്ന വിഷയത്തിൽ ഖുർആൻ പ്രയോഗിച്ചത് അവിടെ മസീഹ് എന്നാണ്. ജൂതന്മാരെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു വഖാലത്തിൽ യഹൂദു ഉസൈറുൻ ഇബ്നുല്ലാഹ്, ജൂതന്മാർ പറഞ്ഞു ഉസൈർ അള്ളാഹുവിൻ്റെ പുത്രനാണ്. വഖാലത്തിൻ നസ്വാറൽ മസീഹ് ഇബ്നുല്ലാഹ്, ക്രൈസ്തവരായ ആളുകൾ പറഞ്ഞു മസീഹ് അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന്. അള്ളാഹു അതിന് മറുപടി നൽകുകയാണ്. ذَلِكَ قَوْلُهُمْ بِأَفْوَاهِهِمْ, അവരവരുടെ വായകൾ കൊണ്ട് പറയുന്ന ഒരു വാക്കുമാത്രമാണത്. യുലാഹിഊന ഖൗലല്ലദീന കഫറൂ മിൻ ഖബൽ, ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ അവിശ്വാസികളായ ആളുകൾ പറഞ്ഞ വാക്കിനെയാണ് അവർ അനുകരിക്കുന്നത്. എന്നിട്ടുള്ള പറയുകയാണ് അവസാനം ഖാതലഹുമുല്ലാഹു അന്നാ യുഫകൂൻ, അല്ലാഹു അവരെ ശപിക്കട്ടെ, എങ്ങനെയാണ് സത്യമാർഗത്തിൽ നിന്ന് അവർ തെറ്റിക്കപ്പെട്ടത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അപ്പോൾ ആ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് മസീഹ് എന്നാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലത്ത് കലിമത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലിമ എന്ന പേരിൽ ഈസാ നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തപ്പെട്ടു. റൂഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ ആത്മാവ് എന്ന പേരിൽ ഈസാ നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തപ്പെട്ടു. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം വളർന്ന് പക്വതയും പാകതയും എത്തിയ സമയത്ത് ആളുകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.
എൻ്റെ റബ്ബിങ്കൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം, എന്നെ അനുസരിക്കണം. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു, ഇന്നല്ലാഹ റബ്ബീ വ റബ്ബുക്കും, തീർച്ചയായും അല്ലാഹുവാണ് എൻ്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമാണ്. ഫഅ്ബുദൂ, അതുകൊണ്ട് നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണം. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാകുന്നു മുസ്തഖീമിന്റെ മാർഗം. സിറാത്തുൽ മുസ്തഖീം, അവക്രമായ ഋജുവായ നേരായ മാർഗം അതാണ്. അവിടെ പറയുന്നുണ്ട് ഈസാ നബി അലൈഹിസ്സലാം, ഞാൻ വന്നിരിക്കുന്നത് ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ്. അതെന്തിനാണ്? നുബുവത്തിന്റെ അടയാളമാണ്. കളിമൺ പക്ഷികൾ അതിന് ജീവൻ നൽകിയത്, അന്ധന് കാഴ്ച നൽകിയത്, വെള്ളപ്പാണ്ടുകാരന് ശിഫ നൽകിയത്, അവന് അവനെ സുഖപ്പെടുത്തിയത്, അങ്ങനെ തുടങ്ങി ഒരുപാട് അത്ഭുതങ്ങൾ ഈസാ നബി അലൈഹിസ്സലാം കാണിക്കുകയുണ്ടായി. ഇതൊക്കെ അള്ളാഹുവിൻ്റെ നാമത്തിലായിരുന്നു, മുഅ്ജിസത്തുകളായിരുന്നു. പക്ഷെ ഇസ്രായേല്യർക്കൊരു സ്വഭാവമുണ്ട്, ആളെത്ര നന്നായാലും അവർക്കിഷ്ടമില്ലാത്തത് പറഞ്ഞാൽ, അവർക്ക് പറ്റാത്തത് പറഞ്ഞാൽ ആ നബിയെ കൊന്നുകളയുക എന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിനെ കൊലപ്പെടുത്തുവാൻ അവർ തീരുമാനിക്കുകയാണ്. ജൂതന്മാർ, വേദക്കാർ തീരുമാനിക്കുകയാണ്, അവർ തന്ത്രങ്ങൾ മെനയുകയാണ്. ശുദ്ധ ഖുർആൻ പറയുന്നു, വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയം റസൂലല്ലാഹ്, അവർ പറയാൻ, മറിയമിന്റെ പുത്രൻ ഈസയെ ഞങ്ങൾ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ആരുടെ വാക്കാണ്? ജൂതന്മാരുടെ വാക്കാണ്. പക്ഷെ അള്ളാഹു അതിന് മറുപടി നൽകുകയാണ്, വമാ ഖതലൂഹു വമാ സ്വലബൂഹു, അവരദ്ദേഹത്തെ കൊന്നിട്ടില്ല, അദ്ദേഹത്തെ കുരിശിൽ തറച്ചിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് സദൃശ്യമാക്കപ്പെടുകയാണ് ചെയ്തത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അതേ രൂപമുള്ള ഒരാൾ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈസാ നബിയാണെന്ന് വിചാരിച്ച് കുരിശിൽ തറച്ചു കൊന്നിട്ട് അവർ പറഞ്ഞു, ഈസയെ ഞങ്ങൾ വധിച്ചിരിക്കുന്നു എന്ന്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വ ഇന്നല്ലദീന അഖ്ലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു മാ ലഹും ബിഹി മിൻ ഇൽം, അവർക്കതിൽ യാതൊരു അറിവുമില്ല, അവർ സംശയത്തിലാണുള്ളത് എന്ന് തുടങ്ങി അള്ളാഹു പറഞ്ഞു. ഒരിക്കലും അവരദ്ദേഹത്തെ കൊന്നിട്ടില്ല, കുരിശിൽ തറച്ചിട്ടില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ, ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശ ലോകത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകുന്നത് കാണാം. ആ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അത്ഭുതകരമായ രണ്ടാമത്തെ വരവ് ഇനി ഉണ്ടാകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മഹാനായ പ്രവാചകൻ വിശുദ്ധ ഖുർആൻ പുകഴ്ത്തിയ, പ്രകീർത്തിച്ച ഒരുപാട് മാതൃകകൾ ഉണ്ട് എന്നെടുത്തു പറഞ്ഞ ആ മഹാനായ പ്രവാചകനെ സ്നേഹത്തിന്റെ വഴികൾ മാറിപ്പോയി നസ്വാറാക്കൾ ദൈവമാക്കി, ദൈവപുത്രനാക്കി, ത്രിയേകത്വത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനെ വഴിതെറ്റി ക്രൈസ്തവർ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരാവരുത്. ലാ തുറൂനി കമാ അത്റത്തിൻ നസ്വാറ ഇബ്ന മറിയമ ഫഇന്നമാ നഅബ്ദുഹു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ എന്നെ പറ്റി പറയേണ്ടത് അല്ലാഹുവിന്റെ ദാസൻ, ദൂതൻ എന്നാണ്. അതിനപ്പുറം ഒരു വാക്ക് പറയരുത്. ഈസാ നബി അലൈഹിസ്സലാമിനെ അതിരുവിട്ട് സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന വേളയിൽ മുന്നറിയിപ്പ് നൽകുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാചകന്മാർ കൊണ്ടുവന്ന മഹിതമായ മാർഗം എന്താണോ ആ ഹക്കിന്റെ പാതയെ തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട് ജീവിക്കുവാനാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം
കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഖുതുബയുടെ ആദ്യത്തിൽ ഓതി വെച്ച ഒരായത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രൈസ്തവരെ പറ്റി പറഞ്ഞൊരു വാക്കാണ്. എന്താ പറഞ്ഞത്? അവർ പറഞ്ഞു, റഹ്മാനായ റബ്ബിനൊരു കുട്ടിയുണ്ട്, റഹ്മാനായ റബ്ബ് ഒരു കുട്ടിയെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാഹ് പറയാൻ, ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, അതിഗൗരവമേറിയ ഒരു വാക്കുമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. തകാദുസ് സമാവാതു യതഫത്തർന മിൻഹ്, ആ വാക്കുകൊണ്ട്, ആ പ്രയോഗം കൊണ്ട് ആകാശം പോലും പൊട്ടിത്തകരുമാറായിട്ടുണ്ട്. വതൻഷഖുൽ അർള്, ഭൂമി പോലും പൊട്ടിപ്പിളർന്നു പോകുമാറായിട്ടുണ്ട്. വതഖിറുൽ ജിബാലു ഹദ്ദാ, മലകൾ പോലും പൊട്ടിത്തകരുമാറായിട്ടുണ്ട്. അത്ര ഗൗരവമേറിയ ഒരു വാക്ക്. സഹോദരങ്ങളെ, ആ പുത്രവാദം, അതിൻ്റെ ഭാഗമാണ് ക്രിസ്തുമസ് ആഘോഷം. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണ്, അല്ലെ, ദൈവപുത്രൻ. ആ ദൈവപുത്രൻ ജനിച്ചു വീണ ദിവസമാണ് ഡിസംബർ 25 എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. അതാണ് ആ ആഘോഷത്തിൻ്റെ അടിസ്ഥാനം. അതല്ലാതെ വെറുതെ അല്ല, ഐതിഹ്യങ്ങളല്ല, കെട്ടുകഥകളല്ല. ഈ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഒരു ഇടകലർന്ന് ജീവിക്കുമ്പോൾ, ഒരു സമൂഹത്തിൽ ഇതര മതസ്ഥരുമായി ഇടകലർന്ന് ജീവിക്കുമ്പോൾ പലപ്പോഴും സ്നേഹം പങ്കിടലിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഭാഗമായിട്ടൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ പ്രിയമുള്ളവരെ ഇത്തരം ആഘോഷങ്ങൾക്ക് നമ്മൾ അറിയാതെ ആശംസകൾ അറിയിച്ചു പോകും. പാടില്ല. അത് സോഷ്യൽ മീഡിയകളിലൂടെയാണെങ്കിലും സ്റ്റാറ്റസുകളിലൂടെയാണെങ്കിലും കാർഡുകളിലൂടെയാണെങ്കിലും പാടില്ല. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടത്തിലല്ല ഇനി പറയുന്ന സ്വഭാവക്കാർ. അവരാരാണ്? മൻ തശബ്ബഹ ബിഗൈരിന, നമ്മളല്ലാത്ത ആളുകളുമായി, അവരുടെ ആചാരങ്ങളുമായി, വിശ്വാസങ്ങളുമായി, സംസ്കാരങ്ങളുമായി കലരുന്ന ആളുകൾ, സാമ്യപ്പെടുന്ന ആളുകൾ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലാ തശബ്ബഹു ബിൽ യഹൂദി വലാ ബിൻ നസ്വാറ, നിങ്ങൾ ഒരിക്കലും ജൂതന്മാരുമായും ക്രൈസ്തവരുമായും സദൃശ്യപ്പെടരുത്. പലരും പറയുന്ന ഒരു ന്യായമുണ്ട്, ഒരു ക്രിസ്തുമസിന് കേക്ക് മുറിച്ചാൽ, ഒരു ക്രിസ്തുമസിന് ആഘോഷം അല്ലെങ്കിൽ ആശംസ നേർന്നാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ വിശ്വാസത്തെയും അതിൻ്റെ കൂടെ കൊടുക്കുന്നില്ലല്ലോ. എൻ്റെ വിശ്വാസം അത് തൗഹീദാണ്, അല്ലേ, അത് മാറ്റിവെച്ചിട്ടല്ല ഞാൻ അതിൽ പങ്കുചേരുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഒരു മതത്തിന്റെ ആചാരവുമായി നിങ്ങൾ സദൃശ്യപ്പെട്ടാൽ നിങ്ങൾ അവരിലായി എന്നുള്ളതാണ്. നിങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെട്ട് കഴിഞ്ഞു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഇതര മത സഹോദരങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധങ്ങളും സഹകരണങ്ങളും അത് പ്രവാചക മാതൃകയാണ്. പ്രവാചകൻ അതിൽ മാതൃക കാണിച്ചിട്ടുണ്ട്. പക്ഷേ വിശ്വാസരംഗത്ത് ഇവിടെ നേരത്തെ ഒതുക്കേണ്ട ആയത്തുണ്ടല്ലോ, ആകാശം പോലും പൊട്ടിത്തകരുമാറുള്ള ഒരു വാക്കാണ് അള്ളാഹുവിന് പുത്രനുണ്ടെന്നുള്ള വാദം. അപ്പൊ അള്ളാഹ്ക്കൊരു പുത്രനുണ്ടെന്നും ആ പുത്രൻ ജനിച്ച ദിവസമാണ് ഡിസംബർ 25 എന്നും പറഞ്ഞ് ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ആ ആഘോഷങ്ങളുമായി ഏതെങ്കിലും സഹകരിക്കുക വഴി നമ്മളും അതിനോട് പങ്കുചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഏറെ ശ്രദ്ധിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ, സലഫുകളായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഫത്വകൾ ഒരുപാട് നൽകിയത് നമുക്ക് കാണുവാൻ സാധിക്കും. മധുരപലഹാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതും ഒന്നും ഇതിൻ്റെ ഭാഗമായി പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം അത് പ്രിയമുള്ളവരെ, അത് തങ്കം പോലെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അതൊരു നിലയ്ക്കും നഷ്ടപ്പെട്ടു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയും ആ തൗഹീദ് ഉറപ്പിച്ച് അത് മുറുകെ പിടിച്ച് ജീവിക്കുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാന്മാരായ പ്രവാചകന്മാർ നമുക്ക് കാണിച്ചു തന്ന അവരുടെ ജീവിത സന്ദേശങ്ങളെ ഉൾക്കൊള്ളുകയും മുറുകെ പിടിക്കുകയും ചെയ്യുക.
അങ്ങനെ അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒത്തുചേരുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്നേഹവും സൗഹാർദ്ദവും എല്ലാം കൈമാറ്റം ചെയ്യപ്പെടണം. പക്ഷേ അത് മതത്തിന്റെ വിശ്വാസങ്ങളെ കൈവിട്ടുകൊണ്ടാവരുത്. മരണം വരെ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുവാൻ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. അതിലെല്ലാം അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കാലാവസ്ഥ കുവൈറ്റിൽ പ്രതികൂലമാണെന്ന് നമുക്കറിയാം. പലരും രോഗാവസ്ഥയിലാണ്. രോഗികളായ ആളുകൾക്ക് അള്ളാഹു പൂർണ്ണമായ ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. പലതരത്തിലുള്ള പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കഴിയുന്നവരുണ്ട്. ഇന്നൊരു സുഹൃത്ത് വിളിച്ചറിയിച്ചിരുന്നു, ഗൾഫിൽ ഒരു സ്ഥലത്ത് ഒരു കള്ളക്കേസിൽ കുടുങ്ങി പ്രയാസത്തിൽ കഴിയുന്ന ഒരു കുടുംബമുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവർക്കും നമുക്കും സ്വർഗത്തിൽ ഒത്തുചേരുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.